നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഓണത്തിന്റെ ജന്മനാട് യഥാർത്ഥത്തിൽ കേരളമല്ല, മറിച്ച് തമിഴ്നാടാണ് എന്ന കാര്യം നിങ്ങൾക്കറിയാമോ? പുരാതന കാലത്ത് കേരളവും തമിഴ്നാടും തമിഴകം എന്ന പേരിൽ ഒരേ ഭാഷയും സാംസ്കാരിക പാരമ്പര്യവും പങ്കുവെച്ച ഒരു പ്രദേശമായിരുന്നു. ചേര, ചോള, പാണ്ഡ്യ എന്നീ 3 രാജവംശങ്ങൾ ചേർന്ന ഈ പ്രദേശത്ത് പൊതുവായ പഴയ തമിഴ് ഭാഷയും ആചാരങ്ങളുമാണ് നിലനിന്നിരുന്നത്. പഴയ തമിഴ് സാഹിത്യങ്ങളിലെല്ലാം തന്നെ തിരുവോണ ആഘോഷങ്ങളെ കുറിച്ച് വളരെ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നുണ്ട്. പത്തുപാട്ട് ശേഖരത്തിലെ മധുരൈ കൊഞ്ചി എന്ന കൃതിയിൽ വിഷ്ണു ഭഗവാന്റെ ബഹുമാനാർത്ഥം മധുരയിൽ തിരുവോണാഘോഷങ്ങൾ നടക്കുമായിരുന്നു. കൂടാതെ 2000 വർഷങ്ങൾക്ക് മുൻപുള്ള തമിഴ് ഭക്തി സാഹിത്യത്തിലും തിരുവോണത്തിന്റെ പരാമർശങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ കാലക്രമേണ ചില രാഷ്ട്രീയ കാരണങ്ങളാൽ തമിഴ്നാട്ടിൽ ഓണം ആഘോഷിക്കുന്ന പതിവ് കുറഞ്ഞു വന്നു. അന്ന് ചേരനാടിന്റെ ഭാഗമായിരുന്ന ഇന്നത്തെ കേരളം ഓണത്തെ തങ്ങളുടെ നാടിന്റെ സ്വന്തം അടയാളമായി സ്വീകരിക്കുകയും ചെയ്തു. കൂടാതെ പ്രധാനമായും ഈ സമയം കേരളത്തിലെ വിളവെടുപ്പ് കാലമായതുകൊണ്ടും ഐതിഹ്യങ്ങൾ പ്രകാരമുള്ള മഹാബലി തമ്പുരാനെ വരവേൽക്കാൻ വേണ്ടിയും 1961 കേരള സർക്കാർ ഓണത്തെ തങ്ങളുടെ ഔദ്യോഗിക സംസ്ഥാന ആഘോഷമായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഹാപ്പി ഓണം ഗൈസ്, ഹാപ്പി ഓണം. ഞാനിപ്പോൾ തന്നെ വീഡിയോ ചെയ്യുന്നു, ചായ കുടിക്കുന്നു, സ്നാക്സ് കഴിക്കുന്നു. സാധാരണയൊക്കെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നു, പെർഫെക്റ്റ് ആവുന്നു, കാര്യങ്ങൾ വിശദമായിട്ട് ജനങ്ങളോട് പറയുന്നു, സബ്സ്ക്രൈബേഴ്സിനോട് പറയുന്നു. ഓക്കെ, ഞാനിപ്പം സ്വാതന്ത്ര്യത്തോടാണല്ലോ ഈ പറഞ്ഞ ചിപ്സും പക്കവടയും ഒക്കെ കഴിച്ച് നിങ്ങൾ സംസാരിക്കുന്നത്. ഇതെൻ്റെ ചാനൽ, എൻ്റെ ഇഷ്ടം, ഞാൻ പറയുന്ന കാര്യത്തിനോടാണ് ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യമുണ്ട്. അതാണായാലും പെണ്ണായാലും ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനി ആണെങ്കിലും ആണോ അല്ലേ. ഈ അടുത്ത ദിവസങ്ങളിൽ കുറേ കാര്യങ്ങൾ ഞാൻ കാണുന്നുണ്ട്. പെൺകുട്ടികളെ തട്ടവിട്ടുകൊണ്ട് ഡാൻസ് കളിക്കാൻ പറ്റില്ല. അത് വന്ന് ഉപദേശിക്കുന്ന ചേച്ചി പണ്ട് ഇതിൻ്റെ അപ്പുറം കാണിച്ച ടീമാണ്. ഉള്ള പ്രൊമോഷനും കാര്യങ്ങളും മൊത്തം ഏറ്റെടുത്ത് എല്ലാം കോടികൾ ഉണ്ടാക്കി പിന്നെ ഉപദേശിക്കാൻ ഇറങ്ങി. എനിക്ക് തോന്നുന്നു ഇത്ര വർഷത്തെ കരാറ് മേടിച്ചോട്ട് എന്ന് തോന്നുന്നു പുള്ളി ഉപദേശിക്കുന്നത്. ഞാൻ അതിലോട്ട് വരാം. അങ്ങനെയും ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ തമ്മിലടിക്കുമ്പോൾ ഇവിടെ വളർന്നു വരുന്ന ഒരാളുണ്ട്, ശശികല എന്ന് പറയും. ഓർമ്മയുണ്ടോ? ഹിന്ദുക്കളെയും മുസ്ലിംസിനെയും തമ്മിലടിപ്പിക്കുക, അതുപോലെ തന്നെ മുസ്ലിംസിനെയും കൂടെ തമ്മിലടിപ്പിക്കുക. ഇവരുടെയൊക്കെ ലക്ഷ്യങ്ങൾ അതാ. നിങ്ങൾ ആലോചിക്കണം, കേരളം കൂടെ മാത്രമേ ഉള്ളൂ കൈവിട്ട് പോകാൻ, കേരളം തമിഴ്നാടും കൂടെ. നിങ്ങളൊക്കെ കൂടെ തമ്മിലടിച്ചിട്ട് അത് കളയുമോ? ഞാൻ അറിയാൻ പറ്റത്തോണ്ട് ചോദിക്കുകയാണ്. ഹിന്ദു മുസ്ലിംസ് എല്ലാം ക്രിസ്ത്യൻസും ഒറ്റക്കെട്ടാന്നുള്ള ഒരു ചിന്ത എല്ലാവർക്കും ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. ഇതുപോലെ വർഗീയത അതും ഇതുമൊക്കെ ഉണ്ടാക്കിയിട്ട് ചില ആൾക്കാർ എന്തെടുക്കും, ഈ നുഴഞ്ഞു കയറാന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്യും. അവസാനം സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്ന് ഇങ്ങനെ മിണ്ടായിരിക്കേണ്ട അവസ്ഥ വരും. ഞാൻ പറഞ്ഞത് ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. തട്ട് വിട്ടുകൊണ്ട് ഡാൻസ് കളിക്കുന്നവർ കാണിക്കട്ടെ, അല്ലാത്തവരെന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ. ഈ പണ്ട് കാണിച്ച അതേ ടീമുകൾ വന്നിട്ടാണ് ഇപ്പോൾ ഉപദേശിക്കുന്നത്. അതൊക്കെ കാണുമ്പോഴാണ് പിന്നെ എല്ലാം ഓരോരുത്തരും ഇഷ്ടം പോലെ. ഞാനിപ്പോൾ എൻ്റെ ഇഷ്ടത്തിനായി ഇരിക്കുന്നത്. ഞാൻ എൻ്റെ വീഡിയോ ചെയ്യുന്നു, കാര്യങ്ങൾ പറയുന്നുണ്ട്, ചിപ്സ് കഴിക്കുന്നു. ഇന്ന് ഓണമാണ്. ഓക്കെ, ഇന്ന് ഓണമായിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് കരുതിയപ്പം ഇത് ചെയ്യണമെന്ന് തോന്നി. മാവേലി ബ്രോ ഹെലികോപ്റ്റർ തങ്കൻ്റെ താമര ആരെ കിട്ടാനെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് മാവേലി ഹെലികോപ്റ്റർ വന്നിട്ടുണ്ടായിരുന്നു. അതായിരിക്കും സംഭവം. ഓക്കെ, വേറൊരു കമൻറ്റ് ഞാൻ വായിച്ചു തരാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാനിവിടെ വെച്ചുതരാം. ആരും സ്കിപ്പ് ചെയ്യരുത്, മൊത്തം വരുന്ന കണ്ടോണം. പിന്നെ ശശികലയെ വെറുക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം, അവരെക്കുറിച്ചുള്ള അഭിപ്രായം. പിന്നെ ലൈക്ക് കിട്ടും, അവരെ വെറുക്കുന്നവരൊന്ന് ലൈക്ക് ഇടുക. ഹൈപ്പ് ഉണ്ടെങ്കിൽ ഹൈപ്പും കൂടെ കൊടുത്ത് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കുക. ഓക്കെ, ഒരു കാര്യം ഞാൻ വെച്ചുതരാം. മുസ്ലിം സ്ത്രീകൾ പാടാം, കൊഞ്ചിക്കൊഴയാം, ശരീരഭാഗവും പ്രദർശിപ്പിക്കാം, പക്ഷെ അത് പൊതുസമൂഹത്തിൽ ശരിയല്ല. ഓക്കെ, ഒരു ഉസ്താദ് പറഞ്ഞാണ്. അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ഈ എന്താണ് ഉദ്ദേശിക്കുന്നത്? പാടാനൊന്നും പറ്റത്തില്ല ഇപ്പോൾ പൊതുവേദിയില. കൊള്ളാം, അത് കാലം മാറിയിട്ടുണ്ട് ആ ഒരു കാര്യത്തിൽ. ഒരുപാട് ആൾക്കാർ പാടുന്നുണ്ട്, തട്ടം മാറ്റുന്നുണ്ട്. ഓക്കെ, ഞാനതിൽ ഉപദേശിക്കാൻ ആരുമില്ല. അത് അവരായി, അവരുടെ പാടായി. അവർക്ക് ശരിയെന്ന് തോന്നുന്നു വെച്ചാൽ അവരെന്തായാലും ചെയ്യുക. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ഈ ശശികലയെ പോലുള്ളവർക്ക് നിങ്ങൾ നിങ്ങളുടെ കൂട്ടത്തിലുള്ളവരെ തന്നെ വിട്ടുകൊടുക്കരുത്. എറിഞ്ഞു കൊടുക്കുകയാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, വേറൊരു സംഭവം. എൻ്റെ ബ്രോയുമായി പറഞ്ഞുറപ്പിച്ച കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടി ഓണപ്പരിപാടിയിൽ പങ്കെടുത്തു. ഓണക്കൊടിയുമായി ഒരു ഫോട്ടോ ഇക്കയ്ക്ക് ഷെയർ ചെയ്ത് അപ്പം തന്നെ ആ വിവാഹത്തിൽ നിന്ന് പിന്മാറി. സമുദായത്തെ വെല്ലുവിളിച്ചു പോകുമെന്ന് അവർ കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹമാണ്. ഒരാളുടെ കമൻ്റാണ്. എന്തോന്നാടേ, ആ പെണ്ണ് രക്ഷപ്പെട്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കഷ്ടം തന്നെ. കൊള്ളാം, ഇങ്ങനെ കുറേ എണ്ണം ഞാൻ ആലോചിക്കും. അപ്പോൾ ഈ ശശികല നിങ്ങളൊക്കെ തമ്മിൽ എന്താ വ്യത്യാസം? ബുദ്ധിപൂർവ്വം ചിന്തിക്കാൻ നോക്ക്. നിങ്ങൾ തമ്മിലടിക്കുമ്പം പെട്ടുപോകുന്ന ആരാ?
പെട്ടുപോകുന്നതല്ല, ജയിച്ചു കയറുന്ന അവരെ പോലുള്ളവരാണ്. ഇതിൻ്റെ വേണ്ട പുണ്യ നല്ല എന്താ പറയണ്ടേ, പണ്ടങ്ങാണ്ട് ഒരു വീഡിയോ വിട്ട ആൾക്കാരെ ഏറി കയറ്റി വിട്ടു. സത്യത്തിൽ ഞാനിവരെ ഏറി കയറ്റി വിട്ടതാണ്. അതിന് ശേഷമാണ് ഇപ്പോൾ അവരുടെ വീഡിയോസൊക്കെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യാൻ തുടങ്ങുന്നത്. ഞാൻ പിന്നെ വേറെ കുറച്ച് തിരക്കുമായിട്ട് പോയി. ഈ ചേച്ചി പണ്ട് ഡാൻസും പാട്ടും ഒക്കെ കാട്ടിക്കൂട്ടിയ ടീമാണ് ഇപ്പോൾ വന്ന് ഉപദേശിക്കുന്നത്. ഇപ്പോൾ എൻ്റെ തെറ്റുകൾ മനസ്സിലാക്കി ഞാൻ അള്ളാഹുവിൻ്റെ നാമത്തിൽ പിന്തുടരും എന്നൊക്കെ പറയുന്നതൊന്നും എനിക്ക് യോജിപ്പില്ല. എനിക്ക് തോന്നുന്നു ഇതും പ്രൊമോഷനാണെന്ന് തോന്നുന്നു. ഞങ്ങളുടെ പൈസ മേടിച്ചിട്ട് കണ്ട് ചെയ്യുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. ഉള്ളാരും പറയാലോ. സ്റ്റോപ്പ് റിയാക്ടിങ്. നിന്നെ ദേഷ്യപ്പെടുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ പ്രൊവോക്ക് ചെയ്യുന്നോ? ഡോണ്ട് റിയാക്ട്. നിന്നെ കളിയാക്കുന്നുണ്ടോ? ഡോണ്ട് റിയാക്ട്. നിന്നെ മോശമാക്കുന്നുണ്ടല്ലേ? ഡോണ്ട് റിയാക്ട്. ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പ്രതികരിക്കാൻ നിന്നാൽ യു ബിക്കം വീക്ക് ആൻഡ് ദേ ബിക്കം സ്ട്രോങ്. ലെറ്റ് ദം സ്പീക്ക്, ലെറ്റ് ദം ജഡ്ജ് യു. അവർ നിന്നെ വീഴ്ത്താൻ എറിയുന്ന ഓരോ കല്ലുകളും സൂക്ഷിച്ചു വെക്കുക. ആൻഡ് ബിൽഡ് എ സ്ട്രോങ് പാത്ത് ഫോർ യുവർ സക്സസ്. Don't waste your energy for useless people. Use it for your success. അടിപൊളി. എൻ്റെ കൺപോസ് ഒന്നും പോലെ ഈ 2 ആഴ്ച ഇൻസ്റ്റ തുറക്കണ്ട. താത്ത അമ്മാതിരി ഡാൻസാണ് കുട്ടികളോടത്തിനും കളിച്ചോണ്ട് നിൽക്കുന്നത്. അവർ കളിച്ചാൽ എനിക്കെന്താണ്? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, കിട്ടാനുള്ളത് കൈയോടെ അവർ മേടിച്ചോളും. ആരുടെ കയ്യിൽ നിന്ന് മേടിക്കും? ഉള്ളവൻ്റെ കയ്യിൽ നിന്ന് വേണം. സ്നേഹമൊക്കെ വേണം. ഞാൻ എപ്പോഴും മുസ്ലിംസിനെ സപ്പോർട്ട് ചെയ്ത് ഇടത്തുള്ളൂ. കാരണം അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്ന കണ്ടോട്ട് ഒരു ഹിന്ദു ആയിട്ടുള്ള ഞാനാണ്. പക്ഷെ താത്തയെ പോലുള്ളവരൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾ പണ്ടിൻ്റെ അപ്പുറം കാണിച്ച ടീം വന്നിട്ട് ഈ ഉപദേശിക്കുമ്പോഴേ നിങ്ങളിപ്പോഴും നിങ്ങളുടെ നേട്ടത്തിനും നിങ്ങളുടെ റീച്ചിനും വേണ്ടിയാണ് നിങ്ങളിത് ചെയ്യുന്നത്. എനിക്ക് നല്ല രീതിയിൽ ബോധ്യപ്പെടുന്നുണ്ട്. ഓക്കെ, എന്നാലും താത്ത അത് വെച്ച് മുതലാക്കുന്നുണ്ട്. കാണിച്ചു തരാം. അയ്യോ, ആരോടാണ് ഈ വാശി? ആരോടാ? എന്നോടോ അതോ റബ്ബിനോടോ? താൻ ചെയ്ത പാപത്തിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കണം. ആരും അനുഭവിക്കത്തില്ല. ഞാൻ പറയാനുള്ളത് ഞാൻ പറഞ്ഞു. കേൾക്കാൻ ആഗ്രഹമുള്ളവർ കേട്ടു, ഒഴിവാക്കി. അല്ലാത്തവർ ഇങ്ങനെ ഓരോ ചെയ്തു. അതിനൊരു പ്രശ്നമില്ല. അവരുടെ പേരൻസിന് കുഴപ്പമില്ല, അവരെ വിട്ടു. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ഹറാം ഈസ് ഹലാൽ. ഹറാം ഈസ് ഹറാം. അത് എത്ര വലിയ ആൾ ചെയ്താലും സിനിമ താരം ചെയ്താലും അത് ഹലാലാവൂല. അപ്പൊ പറഞ്ഞല്ലേ, കേട്ടെ എന്താണ്? ചില അമ്മായിമാരും ഓഹോ, ഇച്ചിരി സ്പീഡാണല്ലോ താത്ത. അപ്പൊ മോളുടെ പ്രശ്നം ഞാൻ ഡോൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണല്ലേ. ആ പരിഭവം ഞാൻ എന്റെ ദൈവമേ, യൂട്യൂബിലായും ഇൻസ്റ്റാഗ്രാമിലും എല്ലാം വിളിച്ചത് 1 മില്യൺ അൽഹംദുലില്ലാഹ് ഫോളോവേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ മോണിറ്റൈസ് ചെയ്തിട്ടില്ല. ഒരു ഡോളർ പോലും എനിക്ക് ഇതിന് വരുമാനമില്ല എന്നുള്ളതാണ് സത്യം. നല്ല കാര്യം. അന്ന് കാണിച്ചു തന്നാൽ നല്ലതായിരിക്കും. എനിക്ക് തോന്നുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഷോർട്സിലൊന്നും ഇപ്പോൾ വലിയ റവന്യൂവും കാര്യങ്ങളൊന്നും ഇല്ല. താത്ത മൊത്തത്തിൽ ഇരിക്കുക, അത് വേറെ കാര്യം. പ്രൊമോഷനൊക്കെ കിട്ടുന്നുണ്ട്. മെസ്സേജ് ഞാൻ കാണിച്ചു കേട്ടോ. ഈ രണ്ടാമത്തെ പ്രശ്നം എന്താണ്? പിന്നെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനല്ലേ ഇവിടുത്തെ ആൾക്കാർക്ക് പണി. പ്രൊമോഷൻ. ഡെയിലി 3-4 പ്രൊമോഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് ഞാൻ തീരുമാനിച്ചത് ഇനി മുതൽ മേക്കപ്പ് ഇടുന്നില്ല, ഒഴിവാക്കുകയാണ്. വസ്ത്രധാരണം മാറ്റി, മ്യൂസിക് ഒഴിവാക്കി, പെർഫ്യൂം ഒഴിവാക്കി, അങ്ങനെ പല കാര്യങ്ങളും ഞാൻ ഒഴിവാക്കി. ആരും നിർബന്ധിച്ചില്ല കേട്ടോ, എനിക്ക് സ്വയം തോന്നി. അത് പ്രൊമോഷൻസ് നഷ്ടപ്പെടുന്ന പൊന്നെ, ഉണ്ടാക്കേണ്ടതല്ല, ഉണ്ടാക്കി എല്ലാം സെറ്റിൽ ചെയ്ത് വെച്ചിട്ട് അവസാനം പുണ്യാളത്തിയാകാൻ നോക്കുന്നു. തന്നെ ചെയ്തതാണ്. എനിക്ക് ആ വരുമാനം വേണ്ടാന്ന് വിചാരിച്ചു തന്നെ അതെല്ലാം വിളിക്കുന്നവർക്ക് ഞാൻ ചെയ്തുകൊള്ളൂ. ഇനി എന്തുകൊണ്ട് വീഡിയോ ചെയ്യുന്നു? വീഡിയോ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഞാൻ ഇത്രത്തോളം മാറ്റം അൽഹംദുലില്ലാഹ് എനിക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പങ്ക് ഞാൻ ഇങ്ങനെ കാണുന്ന റീൽസിൽ വരുന്ന ദീനപരമായിട്ടുള്ള വീഡിയോസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും കിട്ടിയ അറിവുകൾ എനിക്ക് ഒരുപാട് ഉപകാരപ്രദമായി. അതുകൊണ്ട് തന്നെ ഞാനും അത് തുടരാൻ തീരുമാനിച്ചിരിക്കുകയാണ്. മോൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ തൽക്കാലം സ്റ്റോപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നെ എന്റെ പാസ്റ്റ് വീഡിയോസ് അത് ഒരു കുഴപ്പമില്ലാതെ മേക്കപ്പ് മ്യൂസിക് മാത്രമേ ഉള്ളൂ. മാന്യമായി വസ്ത്രവും ധരിച്ച് തട്ടമിട്ട് തന്നെയാണ് വീഡിയോ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ചിലപ്പോൾ പാസ് നോക്കുമായിരിക്കും, പക്ഷേ എന്റെ റബ്ബ് പാസ് അല്ല, എന്റെ പ്രസന്റ് നോക്കുന്നത്. എനിക്കത് മതി. മനസ്സിലായി? ആർട്ടിംഗ് സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. പിന്നെ വീട്ടുകാരും നാട്ടുകാരും വിചാരിച്ചിട്ട് പോലും നന്നാകാത്ത ആളുകൾ ഈ നന്നാകണം എന്നുണ്ടെങ്കിൽ റബ്ബ് തന്നെ വിചാരിക്കണം. നന്നാവട്ടെ, എനിക്കത്രേ ഉള്ളൂ. അതെ, ഓണത്തിന് ഹിജാബ് ധരിച്ച് പെൺകുട്ടികൾ ഡാൻസ് കളിച്ചതിന്റെ കാരണം ഞാനാണെന്ന് വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തെറ്റി. നിങ്ങൾക്ക് തെറ്റി. ഹറാമായിട്ടൊരു കാര്യത്തെ ഹലാലാക്കി തീർക്കാൻ വേണ്ടി തുനിഞ്ഞിറങ്ങിയതാ ഈ കൂട്ടരിലെ ഇവരാണ് കാരണം. 1, മുസ്ലിം നാമധാരികൾ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് തന്നെ ഇസ്ലാമിന് എഗെയിൻസ്റ്റ് ആയിട്ട് പറയുന്ന കുറെ ജന്മങ്ങൾ. 2, എക്സ് മുസ്ലിംസ്. സമൂഹത്തിന് ഒരു ഉപകാരം ഇല്ലാത്ത സ്വയം തോൽവികളായിട്ട് ഇവരെ ആരും മെയിൻ ചെയ്യുന്നു. 3, സംഘികളും ക്രിസ്സംഘികളുമായിട്ടുള്ളവർ. ഇസ്ലാം വിരുദ്ധത തലയ്ക്ക് പിടിച്ച് കുറേ എണ്ണം. 4, ഇസ്ലാം എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാ, എല്ലാവരും കുറ്റം പറയുന്നു. എന്നാൽ പിന്നെ റീസൺ ഞാനിവിടെ കുറ്റം പറയാന്ന് പറഞ്ഞ് തുനിഞ്ഞിറങ്ങി ഷോഫ് കാണിക്കുന്ന വേറെ കുറേ എണ്ണം. ഇവരെല്ലാവരും കൂടി ഹറാമായിട്ടൊരു കാര്യം ഹലാലാക്കാൻ വേണ്ടി മക്കളെ നിങ്ങൾ ഹിജാബിൽ ഡാൻസ് കളിച്ചു, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കുട്ടികൾ എന്ത് ചെയ്തു? അതങ്ങൾ ഏറ്റെടുത്തിട്ട് ഓരോന്ന് കാണിക്കുകയാണ്. അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എന്റെ പൊന്നു മക്കളെ, സഹോദരന്മാരെ, മനുഷ്യരെ വഴി തെറ്റിക്കാനാണ് ശൈത്താനുള്ളത്. അത് സോഷ്യൽ മീഡിയയിലും ഉണ്ട്. അവരുടെ വലിയ ദയവേത് നിങ്ങൾ വീണു പോകരുത്.
നിങ്ങളുടെ ഈമാൻ കാത്തു സൂക്ഷിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരുപാട് മുസ്ലിം സ്ത്രീകൾ ബ്ലോഗേഴ്സ് ആയിട്ട് നമ്മുടെ ഈ നാട്ടിലുണ്ടായിട്ട് ഞാൻ ഒരാൾ മാത്രമാണ് ധൈര്യപൂർവ്വം വന്ന് സത്യസന്ധമായിട്ട് ഹിജാബ് ധരിച്ച് ഡാൻസ് കളിക്കരുത് എന്ന് പറഞ്ഞത്. ഒരുപാട് വിമർശനം. ചിലപ്പോൾ ഇനി അതിന് റീച്ച് ഉണ്ടാക്കാനുള്ള ഞാനൊന്നും പറയുന്നില്ല. ചേച്ചി നല്ല രീതിയിൽ മുതലാക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് അവരുടെ വീഡിയോസ് കാണുമ്പോൾ മനസ്സിലാക്കാൻ പറ്റും. മുസ്ലിംസ് ഓഡിയൻസിനെ തന്നെ കയ്യിലെടുക്കാൻ ഓൾറെഡി ഉണ്ട്. പക്ഷേ ഇവർ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല കാര്യങ്ങളൊക്കെ. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ കൂടുതലും ഇവർ സപ്പോർട്ട് ചെയ്യുന്നത് ഇതുപോലുള്ള മതത്തിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്താ പറയണ്ടേ, കുറേ പ്രായം ചെന്ന ആൾക്കാരെ സബ് ചെയ്തിരിപ്പിക്കാനുള്ള കുറച്ച് പ്ലാനിങ് ഉണ്ടല്ലോ. അതുപോലൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു തട്ടിക്കൂട്ട് പരിപാടി പോലെ. ഒരുപാട് വിമർശനം എനിക്ക് ഹേറ്റ് വാങ്ങേണ്ടി വന്നു. എന്റെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പേടിച്ച് ചിലപ്പോൾ ഇത് നിർത്തിപ്പോയേനെ. പക്ഷേ ഞാൻ ഒരു തരി പോലും പതറാതെ മുന്നോട്ട് വരുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഞാൻ എന്റെ റബ്ബിൽ അത്രയും വിശ്വസിക്കുന്നുണ്ട്. ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല, പറഞ്ഞിട്ടില്ല എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ഇല്ലാവിട്ടും ഇല്ലാതെയും ഡാൻസ് കളിച്ചോളൂ മക്കളെ, നിങ്ങൾ മാസാണ് എന്ന് നുണ പറഞ്ഞ് ലൈക്കും റീച്ചും വാങ്ങേണ്ട ഗതികേട് ഈ മുബീനാക്കില്ല. മുസ്ലിം പെൺകുട്ടികൾ തട്ടിട്ട് ഡാൻസ് കളിക്കുന്നത് ഹറാമാണ്. അത് ചെയ്യാൻ പാടില്ല. താരൊക്കെ മാറി പിള്ളേർക്ക് വേറെ ലെവല അവരെ അവരെ വിളിക്കും. ഇങ്ങനെ ഓണം കഴിയുന്നത് വരെ ഈ ഇൻസ്റ്റാഗ്രാമിന്റെ ഫേസ്ബുക്കിന്റെ പരസ്യത്തോട് വരാൻ ഇരിക്കുന്നതായിരിക്കും നല്ലത്. വന്നു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ പിള്ളേർ പൊട്ടി. കാരണം പിള്ളേരെ ഓണം അടിച്ചു പോയി ഡാൻസ് കളിച്ച് ആവശ്യമില്ല. ഇതുപോലെ അവരടുത്ത് പോസ്റ്റ് ചെയ്യും. നിങ്ങൾ അത് കണ്ടില്ല, നിങ്ങൾക്ക് താങ്ങുന്നില്ല. നിങ്ങളുടെ തലമുറയിൽ മുസ്ലിം പെൺകുട്ടികളോട് ഡാൻസ് കളിക്കുന്നത് ഓണം ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ കാലം മാറുന്നതനുസരിച്ച് കോലം മാറുന്ന നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് എന്തറിയാം? ഇസ്ലാം എന്താണെന്നറിയോ? ഇസ്ലാമിന്റെ ചരിത്രം എന്താണെന്നറിയോ? ഇസ്ലാമിക് ഹിജാബിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നറിയോ? വായും നാവിന്റെ കോൺഫിഡൻസ് എന്ന് കരുതി വീട്ടിൽ പറയാൻ നിൽക്കരുത്. പണ്ട് വിഡിത്തം കാണിച്ചുകൊണ്ടിരുന്ന ആളാണ് ഈ പറയുന്നത്. അത് കൊള്ളാം. നാൾ വരെ അങ്ങനെ തന്നെ ഉണ്ടാകും. അതനുസരിച്ച് ജീവിക്കുന്ന കോടാനുകൂടി ജനങ്ങൾ ഈ ലോകത്തുണ്ട് മോളെ. ട്രെൻഡിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്ന ഈ ഓണം സെലിബ്രേഷൻ ഉണ്ടല്ലോ, ഇതിലെവിടെ തിരുവാതിര? കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് വരെ അതിമനോഹരമായിട്ട് ഓണത്തിന് തിരുവാതിര കളിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇന്ന് അതെവിടെ? ഹിജാബ് ധരിച്ച് 25, 30, 40, 50 ഗ്രൂപ്പ് ഡാൻസ് നടത്തുന്ന പെൺകുട്ടികൾ എല്ലാവരും മുസ്ലിംസ് ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് പറയാൻ കഴിയുമോ? പിന്നെ സോഷ്യൽ മീഡിയയിൽ വന്ന് മതം പറയരുതെന്ന് പറയാൻ നിങ്ങളാരാ? സോഷ്യൽ മീഡിയ നിങ്ങളുടെ ഫാമിലി പ്രോപ്പർട്ടിയാണോ? അതെ, സംസാരിക്കാൻ കഴിവുണ്ട്, കുറച്ച് കോൺഫിഡൻസ് ഉണ്ടെന്ന് കരുതി മറ്റാർക്കും ആ കഴിവില്ല എന്ന് ചിന്തിക്കരുത് കേട്ടോ. റജി എന്റെ കൂട്ടുകാരൻ അപ്പു അവനിക്ക് ഓണം എടുത്തു ഞാൻ ഷർട്ട് പെരുന്നാൾ അവന് ഞാൻ കൊടുക്കാറുണ്ട്. അപ്പൊ എന്താ വലിയ സന്തോഷം. എല്ലാവരും കളറാവട്ടെ. ഏവർക്കും എന്റെ കുടുംബത്തിന്റെ ഒരു അടിപൊളി. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. അത് ഏത് പുരാണം? ഇവളും കണക്കാ. സത്യം പറയാലോ, മനുഷ്യരായിട്ട് ചിന്തിക്കുന്ന നമ്മളെ പോലുള്ള ആൾക്കാർക്കൊക്കെ കാര്യങ്ങൾ മനസ്സിലാവും. അതിപ്പം അൻസാരി അത് കറക്റ്റായിട്ട് അത് കാണിച്ചു തരും. ഇത് പുരാണ ഇതിഹാസമാണ്. ഏതെങ്കിലും ഒരു പുരാണത്തിലോ ഇതിഹാസത്തിലോ മഹാബലി കേരളം ഭരിച്ചിരുന്നു എന്നതിനൊരു തെളിവാണ്. നാട് വാണിടും കാലം മനുഷ്യരെല്ലാരും ഒന്നുപോലെ എന്ന് പാട്ട് എന്നെ തേച്ച്, ആ പാട്ടും പോലെ വന്ന് എന്നെ തേച്ച്. അപ്പൊ മാവിനി ആരുമില്ല. എന്റെ പുരാണത്തിൽ പറയുന്നു മഹാബലി കേരളം ഭരിച്ചിട്ടുണ്ട്. കാരണം മഹാബലി ഇത്ര നല്ല ഭരണാധികാരിയാണെങ്കിലും നമ്മളെ ഭരിക്കേണ്ടത് നമ്മൾ. അതാ ഞാൻ ആശംസ പറയുന്നില്ല, പോയി കഴിഞ്ഞു പോയി. കൃഷ്ണൻ കീഴാവിന്റെ ആള്, കംസൻ സവർണന്റെ ആള്, അമ്മാൻ വരൂല. നമ്മുടെ മക്കളെന്റെ പ്രിയപ്പെട്ടവരെ ആഘോഷത്തിന് പോകുമ്പോ ഓണമെന്റെ പ്രിയപ്പെട്ടവരെ മുസ്ലിമീങ്ങൾക്ക് ആഘോഷിക്കാനും പാടില്ല. ഹൈന്ദവരെ സ്നേഹിക്കേണ്ടതാ, ക്രൈസ്തവരെ ബഹുമാനിക്കേണ്ടതാ, മറ്റുള്ള മതക്കാരെ ബഹുമാനിക്കേണ്ടതാ. എന്നാൽ ആദർശം വിട്ടുകളിക്കാനും പാടില്ല. ആദർശം എന്റെ പ്രിയപ്പെട്ടവരെ വിട്ടുകളിക്കാനും പാടില്ലോ. എന്റെ മക്കളുണ്ടല്ലോ, ആഘോഷങ്ങൾക്ക് എന്റെ പ്രിയപ്പെട്ടവരെ തെരുവിലേക്ക് കടന്നു പോകുമ്പോ നമ്മളുണ്ടല്ലോ, നമ്മുടെ മക്കളെ എന്റെ പ്രിയപ്പെട്ടവരെ തടഞ്ഞു നിർത്തേണ്ടതാണ്. നമ്മുടെ സ്കൂളുകളില്, നമ്മുടെ കോളേജുകളില്, നമ്മുടെ നാടുകളില് ആഘോഷം നടക്കുമ്പോ അതിന് പങ്കിടാൻ പാടില്ല. ഏകദേശം ഒരു 3 കൊല്ലം മുമ്പ് മലപ്പുറം ജില്ലയിൽ തൃശ്ശൂർ ബോർഡറായിട്ട് ഒരു സ്ഥലത്തിൽ പ്രസംഗിച്ച പ്രസംഗമാണ്. ഏകദേശം ആ ഒരു സമയം എന്ന് പറയുന്നത് ഓണം ആഘോഷിക്കുന്ന ഒരു സമയം തന്നെയാണ്. ആ ഒരു സമയത്ത് പ്രസംഗത്തിൽ പോയ സമയത്ത് സംഘാടകർ പറഞ്ഞത് സാറേ, നമ്മുടെ നാട്ടിൽ ഓണാഘോഷം മറ്റൊക്കെ നടക്കുകയാണ്. അപ്പോൾ ഇസ്ലാം മത വിശ്വാസികളോട് അതിന്റെ ആ ഒരു ഓണം ആഘോഷത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും അതുപോലെ നമ്മുടെ പെൺകുട്ടികൾ ഡ്രസ്സ് ധരിച്ച് ചാകാൻ പോകുന്ന തുള്ളാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഒന്ന് പറയണമെന്ന് ഒരു 3 കൊല്ലം മുമ്പത്തെ പ്രസംഗത്തിലൂടെ സംഘാടകർ പറഞ്ഞത് പ്രകാരം പ്രസംഗിച്ച പ്രസംഗമാണ് ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ച മുമ്പ് ഈ ഓണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ എന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആളുകൾ എഡിറ്റ് ചെയ്യും. സ്വാഭാവികമായിട്ടും മുസ്ലിം വിശ്വാസികളോട് ഇതിനെ പറ്റിയിട്ട് ഒരു കണ്ടന്റ് അവർ 3 കൊല്ലം മുമ്പത്തെ കണ്ടന്റ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന്റെ പുറമെ നമ്മുടെ നാട്ടിലെ ബ്ലോഗർമാരും മറ്റു ഇൻഫ്ലുവൻസർമാരെല്ലാം ആ പ്രസംഗത്തിന്റെ ആദ്യത്തെ ഒരു 3 സെക്കൻഡോ 4 സെക്കൻഡോ മാത്രം കട്ട് ചെയ്തിട്ട് അതിൽ വർഗീയതയിലേക്ക് കടത്തുന്ന രീതിയിലേക്ക് അതിനെ പ്രചരിപ്പിച്ചുകൊണ്ട് പോകാം. അപ്പൊ എനിക്ക് സംഭവം മനസ്സിലായി കാണുമല്ലോ എല്ലാവർക്കും. ആദ്യം ഒരു ഉസ്താദ് ഇരുന്ന് പാട്ട് പാടുന്നു, പെൺകുട്ടികളിൽ നിന്ന് ഡാൻസ് കളിക്കുന്നു. അതൊക്കെ നേരത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് ഏത് ഉസ്താദ് സംസാരിക്കുന്നത്. അതിൻ്റെ താഴെ പെൺകുട്ടികൾ ഡാൻസ് കളിക്കുന്നത് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് കുത്തിത്തിരിപ്പുണ്ടാക്കുക. ഇതെങ്കിലും മനസ്സിലാക്കുക. ഹിന്ദുക്കളെ മുസ്ലിംസിനെ തമ്മിലടിപ്പിക്കുക, മുസ്ലിംസ് അതാണ് മറ്റാണെന്ന് പറയാം, ഹിന്ദുക്കൾ ഇതാണെന്ന് പറയാം. ദയവ് ചെയ്തിട്ട് ഇപ്പോഴത്തെ തലമുറയാണെങ്കിലും വീട്ടിലെ കാണുന്ന അമ്മമാരെ ശ്രദ്ധിക്കുക. അത്രേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ. കൂടുതലായിട്ടൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സപ്പോർട്ട് ചെയ്യുക. ബൈ, ലവ് യു ഓൾ ഗൈസ്.